വാർത്തകൾ തുടരുകയാണ്. വയനാട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പുറത്തു വരികയാണ്. സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാശിനാഥൻ, സിൻജോ ജോൺസൺ, അമൽ എഹ്സാൻ, കെ അരുൺ എന്നിവരാണ് ക്രൂരമായി മർദ്ദിച്ചത്. കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ 18 പ്രതികളെയും ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. അനീസ് അലി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, ഇപ്പോൾ 4 പേരാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ വരികയാണ്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നുണ്ട്. 18 പ്രതികൾ ആകെയുണ്ട്. ഇതിലിപ്പോൾ ഇന്ന് 4 പേരുടെ കസ്റ്റഡി കാലാവധി മാത്രമാണോ അവസാനിക്കുന്നത്? അവരെ മാത്രമാണോ ഇന്നിപ്പോൾ ഹാജരാക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? ഇന്നിപ്പോ കേസിലെ മുഴുവൻ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കും. 4 പേരാണ് യഥാക്രമം 1, 2, 3, 4 പ്രതികളാവുക എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കൊല്ലം സ്വദേശികളായ RS കാശിനാഥൻ, സിൻജോ ജോൺസൺ ഇവരും പിന്നെ വയനാട് മാനന്തവാടി സ്വദേശികളായ കബ്ബൂന്ന് സ്വദേശി അമൽ എഹ്സാൻ, വയനാട്ടിലെ തന്നെ മാനന്തവാടി കണിയാര സ്വദേശി കെ അരുൺ, ഈ 4 പേരാണ് അതിക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. യഥാക്രമം ഇവർ തന്നെ ആദ്യ 4 പ്രതികളാകും എന്ന് സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചെയ്ത കുറ്റങ്ങൾ, ഈ ഓരോ പ്രതികളും എത്രമാത്രം ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയി എന്നതും എന്തൊക്കെ ചെയ്തു എന്നതും അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ 18 പ്രതികൾക്കെതിരെയും ഇന്നലെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നു. നേരത്തെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിൽ ഈ കാര്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് വിവാദത്തിന് കാരണമായിരുന്നു. എന്നാൽ പോലീസ് അത് അറിയിച്ചത് മുഴുവൻ പ്രതികളും പിടിയിലായതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്ന മുറക്ക് ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തേണ്ടതുണ്ടെങ്കിൽ അതും ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്തും എന്നറിയിച്ചിരുന്നു. അതിലിപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം 18 പ്രതികൾക്കെതിരെയും ഇന്നലെ ചുമത്തിയിരിക്കുന്നു. 18 പ്രതികളാണ് ആകെ ഈ കേസിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 18 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഈ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അപേക്ഷ നൽകുന്ന മുറക്ക് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ജില്ലയിൽ UDF പ്രവർത്തകർ കരിദിനം ആചരിക്കുന്നുണ്ട്. ഇന്നലെ MSF KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിനെതിരെ വലിയ തരത്തിലുള്ള പോലീസിന്റെ അതിക്രമം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് കരിദിനം ആചരിക്കുന്നത്. KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിൽസി അത്തരത്തിൽ സമര പരമ്പരകൾ ഇന്നും സംസ്ഥാന വ്യാപകമായി തന്നെ തീർച്ചയായും വലിയ സമര പരമ്പരകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ വയനാട് ജില്ലയിൽ കരിദിനം, ഒപ്പം തന്നെ KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. അപ്പം ഈ 18 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. അതൊക്കെയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപ്ഡേറ്റ്സുകൾ.